ആൻ വാക്കർ എന്നായിരുന്നു അവളുടെ പേര്. വാക്കർ എന്ന തന്റെ കാമുകനിൽ നിന്നും അവൾ ഗർഭിണിയായതിനെ തുടർന്ന് അയാൾ അവളെ ഉപേക്ഷിക്കാൻ വേണ്ടി തീരുമാനിക്കുന്നു. എന്നാൽ ആൻ വാക്കർ അതിന് തയ്യാറായില്ല. തന്നെ വിവാഹം കഴിക്കണമെന്നാവശ്യപ്പെട്ട് അവൾ പലകുറി അവനെ സമീപിച്ചു. എന്നാൽ അയാൾക്കതിൽ താല്പര്യം ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അതിനാൽ തന്നെ ആൻ വാക്കറിനെ തന്റെ ജീവിതത്തിൽ നിന്ന് എന്നേക്കുമായി ഒഴിവാക്കാൻ അയാൾ തീരുമാനിച്ചു. അതിനുവേണ്ടി മാർക്ക് ഷാർപ്പ് എന്ന കൊലയാളിയെ അയാൾ ചുമതലപ്പെടുത്തി. കൊലയാളി തന്റെ കൃത്യം അതിമനോഹരമായി തന്നെ നിർവഹിച്ചു. തെളിവുകളൊന്നും തന്നെ അവശേഷിപ്പിക്കാതിരുന്നതിനാൽ ആൻ വാക്കറിന്റെ കൊലയാളിയെ കണ്ടെത്തുന്നതിൽ പോലീസ് നന്നേ പരാജയപ്പെട്ടു. അതിനാൽ തന്നെ കൊന്നു കൊലവിളിച്ചവരുടെ വിധി നടപ്പാക്കാൻ ആൻ വാക്കർ നേരിട്ടെത്തി. താൻ അറിയിച്ച കാര്യങ്ങൾ കോടതിയെ അറിയിക്കാൻ അവൾ ഗ്രീമിയോട് നിർദ്ദേശിച്ചു. അല്ലാത്ത പക്ഷം താൻ നിരന്തരം ഗ്രീമിയെ ശല്യപ്പെടുത്തുമെന്നും അവൾ ഭീഷണിപ്പെടുത്തി. അവളിൽ നിന്നും രക്ഷ നേടാൻ അവൾ പറഞ്ഞ കാര്യങ്ങൾ കോടതിയെ അറിയിക്കുക എന്നതല്ലാതെ മറ്റൊരു മാർഗവും ഉണ്ടായിരുന്നില്ല. അതിനാൽ ആൻ വാക്കർ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഗ്രീമി അധികാരികളെ അറിയിച്ചു. ആൻ വാക്കറുടെ ശവശരീരം മറവ് ചെയ്ത സ്ഥലം അവളുടെ കൊലയാളികൾ. തുടർന്ന് നടന്ന അന്വേഷണത്തിൽ അവളുടെ കാമുകനെയും കൊലയാളിയെയും പോലീസ് പിടികൂടി. കോടതി കുറ്റക്കാരായി കണ്ട് വിധിച്ച് അവരേക്ക് തൂക്കുകയർ തന്നെ വിധിച്ചു. തന്നെ കൊന്നു കൊലവിളിച്ചവരുടെ കഴുത്തിൽ തൂക്കുകയർ വീഴുന്ന കാഴ്ച കണ്ടുകൊണ്ടാണ് ഗ്രീമിയിൽ നിന്നും അവൾ പിൻവാങ്ങുന്നത്.